ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങേ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തനം 14-ാം അധ്യായം 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെ തിരുസഭാ മാതാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടുവാൻ ഒരുങ്ങുക എന്ന സത്യമാണ്. പ്രലോഭനങ്ങൾ സർവ്വസാധാരണമാണ്. അതിനെ നേരായ വഴിയിൽ നേരിടുമ്പോഴാണ് പ്രലോഭനങ്ങളുടെ മേൽ ആധിപത്യം നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് ദൈവവചനം കൊണ്ട് തനിക്കുണ്ടായ പ്രലോഭനങ്ങളെ യേശു നേരിടുന്നത്. തൻ്റെ വചനം പാലിക്കുന്നവനിൽ ത്രിയേക ദൈവം വാസമുറപ്പിക്കും എന്ന അവർണ്ണനീയമായ വാഗ്ദാനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലൂടെ യേശു നമുക്ക് നൽകുക. കൂടെയുള്ള ഈശോയെ വിട്ട് അകലങ്ങളിൽ യേശുവിനെ തേടുമ്പോഴാണ് വിശ്വാസികൾ അന്ധരായി തീരുന്നത്. അവരാണ് ശരിക്കുള്ള അന്ധവിശ്വാസികൾ. അപ്പനായി, അപ്പമായി, ഒപ്പമായി കൂടെ വസിക്കുന്ന ദൈവത്തെ കാണുവാൻ നമുക്കും കഴിയട്ടെ.